ഗായ്സ്, അപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ ആദിയോഗി ശിവൻ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 7 മണിക്കുള്ള ലൈറ്റ്നിങ് ആണ് ഇവിടുത്തെ ഫേമസ്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. അപ്പോൾ ഏകദേശം ഒരു 6:10 ആയിട്ടാണ് ടൈം. അപ്പോൾ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങുക. അപ്പോൾ നമ്മൾക്ക് ഇത് കാണാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, പല സ്ഥലത്തും നിന്ന്. അപ്പോൾ ഞാൻ അവിടെ ചായ കുടിക്കാനിരുന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു അപ്പച്ചനെ കണ്ടിരുന്നു. അവരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. ഈ പരിപാടിൻ്റെ ഏകദേശം നല്ല തിരക്ക് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ പിന്നെ നല്ല ഗ്രൗണ്ടും, പിന്നെ ഈ ഒരു വെയിൽ ഇതായിരുന്നു ഒരു 5 മണിക്കൊക്കെ ശേഷം വന്നാലാണ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് തണലായിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല. മൊത്തം വലിയൊരു മുട്ടപ്പുറം പോലത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ വരികയാണെങ്കിൽ ഒരു ഈവനിങ് വെയിലൊക്കെ താഴ്ന്നിട്ട് വന്നാൽ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. ഏകദേശം ഈ ശിവൻ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തുമ്പോഴാണ് തിരക്ക് കൂടുന്നത് കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിറയുക. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കവുങ്ങും തോട്ടമുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു ഇതിൽ നമുക്ക് എത്രമാത്രം കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഈ ശിവൻ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം എത്താനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ബാരിക്കേഡ് പോലെയൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളും അതിനടുത്തേക്ക് ഏകദേശം എത്തി. ഇവിടെ ആളുകളൊക്കെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 6 AM to 8 PM ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ യോഗ സെൻറ്ററും മറ്റേതൊക്കെ വിസിറ്റിംഗ് ചെയ്യുക ഉള്ള ടൈമിംഗ് ആണത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ശിവൻ്റെ ഏകദേശം 112 അടിയോളം ഉയരമുള്ള സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. കോയമ്പത്തൂരിലെ ഒരു മെയിൻ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു അമ്പലം സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൊത്തം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടാണ് സംഭവം. നല്ല ക്രൗഡായി കഴിഞ്ഞു. പിന്നെ ഇതാ കാണുന്ന സ്ക്രീനിലാണ് ഇവിടുത്തെ പരിപാടികളും ഡീറ്റെയിൽസൊക്കെ അതിൽ വ്യക്തമായി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അന്ന് കാണാൻ പറ്റാതെ പോയത് ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശിവനെ കാണണമെങ്കിൽ ശിവൻ തന്നെ വിചാരിക്കണം പറയില്ലേ. അപ്പോൾ അങ്ങനെയാണ് ശിവഭഗവാൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ മൂപ്പനെ കാണാൻ പറ്റില്ല, ആൾ വിചാരിക്കണം.
ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown.